പേരാമ്പ്രയിൽ UDF വർഗീയ പ്രചാരണം നടത്തുന്നതായി പരാതി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കാർഡ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനെതിരെ ലീഗ് പ്രവർത്തകൻ റഷീദ് നിഡൂളിക്കെതിരായാണ് LDF പരാതി നൽകിയത്. കാർഡിൽ TP രാമകൃഷ്ണന്റെ ചിത്രം അമ്പലത്തിനൊപ്പവും ഫാത്തിമ തഹ്ലിയുടെ ചിത്രം പള്ളിക്കൊപ്പവുമാണ് പ്രചരിപ്പിക്കുന്നത്. വിവരങ്ങളുമായി AK ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബൂത്തിലേക്ക് വോട്ടർമാരെത്താനായിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈ പേരാമ്പ്രയിൽ UDF വർഗീയ പ്രചരണം നടത്തുന്നതായിട്ടൊരു പരാതി കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കാർഡുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അവന്തിക, ഗൗരവമായ ഒരു പരാതിയാണ് LDFിൻ്റെ ഭാഗത്തു നിന്നും പേരാമ്പ്രയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർക്കാണ് LDF ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ്റെയും അതേപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് വ്യാജ സർവേ കാർഡ് ഉണ്ടാക്കിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ റഷീദ് നിഡൂളി ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ UDF ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു എന്നാണ് LDF നൽകിയ പരാതിയിൽ പറയുന്നത്. TP രാമകൃഷ്ണൻ്റെ ചിത്രം അമ്പലത്തിനൊപ്പവും ഫാത്തിമ തഹ്ലിയുടെ ചിത്രം മുസ്ലിം പള്ളിക്കൊപ്പവും ചേർത്ത് വെച്ചുകൊണ്ടാണ് UDF പേരാമ്പ്രയിൽ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരു സർവേ കാർഡ് UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. റഷീദ് നിഡൂളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇത് വന്നതെന്നാണ് തെളിവ് സഹിതം LDF ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. നേരത്തെയും പേരാമ്പ്രയിൽ ഇത്തരത്തിൽ വർഗീയ പ്രചാരണം നടത്തുന്നതായി UDFിൻ്റെ ഭാഗത്തു നിന്ന് വർഗീയ പ്രചാരണം നടത്തുന്നതായി LDF ആരോപിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന പുതിയ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായ റഷീദ് നിഡൂളിയാണ് ഇത്തരത്തിൽ ഒരു കാർഡ് വ്യാജമായി സർവേ ഫലം എന്നുള്ള രീതിയിൽ വ്യാജമായ ഒരു കാർഡ് ഉണ്ടാക്കുകയും അതിൽ TP രാമകൃഷ്ണ ചിത്രം ക്ഷേത്രത്തിനൊപ്പവും അതേപോലെ തന്നെ ഫാത്തിമ തഹ്ലിയുടെ ചിത്രം മുസ്ലിം പള്ളിക്കൊപ്പവും ചേർത്ത് വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അവന്തിക, അതായത് ഈ ലീഗ് പ്രവർത്തകൻ റഷീദ് നിഡൂളിയാണ് ഇത്തരത്തിൽ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കാർഡ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിക്കുന്നതല്ലേ? അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ LDF പരാതിയും നൽകിയിട്ടുണ്ട്. അതായത് ഈ കാർഡിൽ ഈ TP രാമകൃഷ്ണന്റെ ചിത്രം അമ്പലത്തിനൊപ്പം ലതീഷ്, തീർത്തും ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് അതായത് ഈ കാർഡ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ TP രാമകൃഷ്ണന്റെ ചിത്രം ഈ അമ്പലത്തിനൊപ്പവും ഫാത്തിമ തഹ്ലിയുടെ ചിത്രം പള്ളിക്കൊപ്പവുമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. തീർത്തും ഒരു UDFിൻ്റെ ഭാഗത്ത് നിന്ന് തീർത്തും ഒരു വർഗീയ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് LDF വളരെ ഗൗരവമായ ഒരു വിഷയമായി ഇത് കാണുകയും ഇതിനെതിരെ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. മതധ്രുവീകരണം ഉണ്ടാക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാർഡ് ഇറക്കിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് TP രാമകൃഷ്ണൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടം ക്ഷേത്രത്തിനൊപ്പവും അതേപോലെ തന്നെ ഫാത്തിമ തഹ്ലിയുടെ പടം മുസ്ലിം പള്ളിക്കൊപ്പവുമാണ് ഇവിടെ ഈ കാർഡിൽ വെച്ചിരിക്കുന്നത്. അത് തീർത്തും ദുരുദ്ദേശത്തോടു കൂടിയാണ്, ദുഷ്ടലാക്കോടു കൂടിയാണ്, വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഒന്നും തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ മതചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇരു സ്ഥാനാർത്ഥികളെയും വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു കാർഡ് ഇറക്കുകയും അതിൽ UDFന് ഏതെങ്കിലും തരത്തിൽ ലാഭം കൊയ്യാം എന്നുള്ളൊരു ഒരു ആലോചനയുടെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു കാർഡ് ഇറക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും LDF ഇത് സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലാ തലത്തിലുള്ള ചുമതലയുള്ള ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF പരാതി നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പേരാമ്പ്രയിൽ മുമ്പും UDF ഇത്തരത്തിൽ വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്ന് LDF ആരോപിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇത്തരം കാർഡുകൾ എന്ന് തന്നെ വേണം കരുതാൻ. അവന്തിക, ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.